നമ്മളിപ്പോൾ കാണുന്നത് കിഴക്കേ മനക്കോടമാണ്, അതുപോലെ പടിഞ്ഞാറ് മനക്കോടും കൂടി ഉണ്ട് കേട്ടോ. 1200 വർഷം പഴക്കമുള്ള പുണ്യാളൻ്റെ രൂപം നമുക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം മുമ്പോട്ടുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി നല്ല വെയിലൊക്കെ കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഇനി കരിയിൽ പോയിട്ടൊരു കരിക്കൊക്കെ കുടിക്കണം. നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് നേരെ പടിഞ്ഞോട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഷോർട്ട് വീട്ടിൽ കാണിച്ചിട്ടുള്ള പാടവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അതുപോലെ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളും പിന്നെ മനക്കോടത്തിൻ്റെ കുറച്ച് സ്റ്റോറിയും കൂടി നമുക്ക് ഇതിൽ പറഞ്ഞു പോകാം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ള എനർജി. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പണ്ട് പള്ളിയുടെ മോട്ടർ പേരായിരുന്നിട്ടായിരുന്നു, ഇതിപ്പോൾ മുടിവെട്ട് കടയാണ്. ആ കാണുന്നതാണ് ബാലൻചേട്ടൻ്റെ കട. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കടയാണ് കേട്ടത്. ഇതിപ്പോൾ എല്ലാം പൊളിഞ്ഞു പോയി. നമ്മുടെ ചാനലിൽ ഇതേപോലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ തന്നെ മനക്കോടത്തെ ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ വരച്ച ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് വേറൊരു ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം ചിത്രങ്ങളെല്ലാം നല്ല കഴിവുള്ള ആൾക്കാരെ വരച്ചിട്ടുള്ളതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലെഫ്റ്റിൽ കാണുന്ന വഴിയാണ് നമുക്ക് പാടത്തോട്ട് പോകേണ്ട വഴി കേട്ടോ. നമ്മൾ തൽക്കാലം റൈറ്റിലോട്ട് പോവുകയാണ്. കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. കശുവും കൂടെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് വീണൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്ക് ഈ കശുമാങ്ങൊക്കെ എറിഞ്ഞിട്ട് ഇതിന് കശുവിൻ്റെയൊക്കെ എടുത്ത് ചുട്ടൊക്കെ തിന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം. അതുപോലെ തന്നെ ഇവിടെ മൾബറി ഒരുപാട് ഉണ്ടാക്കി കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് പഴുത്തത് കേട്ടോ. കളർ വ്യത്യാസം കണ്ട ബ്ലാക്ക് കളർ. ഇതാണ് പഴുത്തത്. ഇത് പഴുത്തതാണ്. ഇത് ഈ ഒരു കളറിലോട്ട് വല്ല. അങ്ങനെ നമ്മൾ പാടത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളീ കാണുന്നത് 1-ാം പാലമാണ് നമ്മൾ എത്തിക്കുന്ന സ്ഥലം കേട്ടോ. അതേപോലെ തന്നെ ആ കാണുന്ന വരമ്പത്തൂടി നമ്മൾ നടന്ന് അറ്റം പോകുന്നതാണ് 2-ാം പാലം. ശരിക്കും ഇത് ചെറിയൊരു തോടാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളമുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് വറ്റി വരേണ്ട ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് ഇപ്പോൾ. ഏകദേശം ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് റോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പണിതിട്ടുള്ളത്. പിന്നീട് എന്തൊക്കെ കാരണങ്ങൾ ആ റോഡ് പണി നിന്നുപോയി. പിന്നെ ആ റോഡ് വന്നിട്ടുള്ളത് പാറ വഴിയാണ്. പിന്നീട് 1-ാം പാലം 2-ാം പാലം എന്നുള്ളൊരു പേരിലേക്ക് മാറി. നമ്മൾ കാണുന്ന പാടം എന്ന് പറയുന്നത് 900 ഏക്കറാണ് കേട്ടോ ഒരു സൈഡ്. പണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നെൽകൃഷിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഇത് മാറി. ഇപ്പോൾ 6 മാസം മത്സ്യകൃഷിയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് തിരുമല ദേവസ്ഥത്തിൻ്റെ കീഴിലായിരുന്നു ഈ കാണുന്ന പാടം മുഴുവനും. ഇപ്പോൾ ഏകദേശം ഒരുപാട് പേരൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ വീതം വെച്ചൊക്കെ പല പല ആൾക്കാരുടെ പേരിലായിട്ടത് മാറി. 2-ാം പാലത്തിനപ്പുറത്തേക്ക് പടിഞ്ഞാറ് മനക്കോടാണ് കേട്ടോ. മനക്കോടത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഈ മനക്കോടം എന്നുള്ളൊരു പ്രദേശം പണ്ട് കീഴടക്കിയത് പോർച്ചുഗീസുകാരായിരുന്നു. പിന്നീട് ഡച്ചുകാർ കൊച്ചി കീഴടക്കിയ കൂട്ടത്തിൽ നമ്മുടെ മനക്കോടം എന്നുള്ള പ്രദേശം കൂടി അവരുടെ കീഴിലായി മാറി. അങ്ങനെ മനക്കോടം എന്നുള്ള പ്രദേശമൊക്കെ ഡച്ചുകാർ തെങ്ങ് കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഡച്ച് പാട്ടം എന്നറിയപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പാട്ടം എന്നായി. പാട്ടം എന്നുള്ളൊരു പേര് വന്നത് അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം നല്ല ചൂടാണ് ഇവിടെ, പക്ഷെ അതേപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. രണ്ടാം പാലത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ലപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കരിക്കുണ്ട്. അപ്പോൾ കരിക്കൊന്ന് കുടിച്ചിട്ട് നമുക്ക് ആ മീൻ പിടിക്കണ കൂടി ഒന്ന് കാണാം. ചൂട് കാരണം കരിപ്പിടിക്കാനുള്ള പരിപാടി.
ഒരുപാട് തെങ്ങ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ തെങ്ങിൽ നിന്നിട്ടല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കാം കേട്ടോ. കഴിക്കുന്ന സ്പൂൺ ഞങ്ങൾ സ്പൂൺ ഉണ്ടാക്കാൻ കേട്ടോ. അതെ, കരിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പൂൺ ഉണ്ടാക്കണേ. കിളന്ത് കരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സ്പൂണും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കഴിക്കാം. ചെറിയ മീനുകളൊക്കെ അവർ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകണത്. എല്ലാത്തിനെയും പിടിച്ചൊരു ചെറിയ ബക്കറ്റിലാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. തിരിച്ചിരുന്ന് കിട്ടിയെടുക്കാം.